എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ടൈം ഷോർട്ടനിങ് എന്നുള്ള എങ്ങനെയാണ് അത് സുവിശേഷ വിഹിതമാകുന്നതെന്നാണ്. ആർക്കാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്? ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ആർക്കാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്, സമയച്ചുരുക്കാൻ സംഭവിക്കുന്നത്? മർക്കോസ് 13:20. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ, കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. അവസാനത്തെ വചനം എന്താണ്? എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി കർത്താവ് ആ ദിവസം ചുരുക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ സമയച്ചുരുക്കം സംഭവിക്കും, ഉറപ്പല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ സകല സമയമാണ് ചുരുങ്ങണത്. ഇപ്പം 4 കൊല്ലം വേണമെന്ന് പറഞ്ഞതാണ്, 3 കൊല്ലം വേണമെന്ന് പറഞ്ഞാണ് ആ കുഞ്ഞ് റിക്കവർ ചെയ്ത് വരാൻ. അത് വെറും 3 മാസം കൊണ്ട് റിക്കവർ ചെയ്യുക, 10-1 സമയം ചുരുക്കുക. അതെന്തുകൊണ്ടാണ്? അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി. ഇപ്പം തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുമ്പോഴേ ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാവനയാണ്. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഈശോ തന്നെ പറയും, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. 15-16 വായിക്കുക, യോഹന്നാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ആരാധന, ആരാധന. യോഹന്നാൻ 15-16. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പുണ്ട്. അത് നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല, പിന്നെന്താ ചെയ്യണത്? ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പം ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയാണെന്ന് ചെയ്തിരിക്കണം എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തിയത് അല്ലേ? അപ്പോൾ ദൈവം നിങ്ങളെ ഈ വിശ്വാസം കൊണ്ട് തന്നെയാണ് തിരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ്. അത് പിന്നെ ഏറെയും കുറഞ്ഞിരിക്കുമല്ലേ ആൾക്കാർക്ക്. അത് കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അത് ആൾക്കാർ അവരുടെ നൽകപ്പെട്ടിരിക്കുന്ന കാലത്തോട് വിശ്വാസവിഹിതമായിട്ട് പ്രതികരിക്കുന്നതനുസരിച്ചുള്ള മെരിറ്റാണ് അതിൻ്റെ അകത്തുള്ളത്. ചിലർക്ക് വിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്താ വിഷയമെന്ന് പറഞ്ഞത്, ഒരു കാര്യം വ്യക്തമാണ്, ആർക്കും ദൈവത്തെ തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. പിന്നെന്താണ്? അതാണ് യോഹന്നാൻ 15-16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല. പറഞ്ഞേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇത് എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയണം, എന്നെ ദൈവം തിരഞ്ഞെടുത്താണ് വിശ്വാസം വഴി. മനസ്സിലായില്ലേ? വിശ്വാസം വഴി ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. ചിലപ്പോൾ വിശ്വാസമുള്ള കുടുംബത്തിൽ ജനിച്ച ആളല്ലായിരിക്കും ചിലപ്പോൾ നീ, പക്ഷെ ഇപ്പം നീ ഇവിടെയുണ്ട്.
അപ്പോൾ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഈ ആലയത്തിലേക്ക് വിളിച്ച അവിടുത്തെ വലിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവേ, 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 ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ചെല്ലുമ്പോഴും ഏതാണ്ട് ദൈവത്തിൻ്റെ ഈ മനസ്സിലിരിപ്പ് പിന്നെയും പുറത്തു വരുന്നുണ്ട്. വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഇപ്പം നമ്മുടെ വാക്ക് നമ്മൾ മിണ്ടാതിരുന്നാൽ ആൾക്കാരെന്താ പറയാം, നീ എന്താ മിണ്ടാത്ത, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ എന്ന് പറയത്തില്ലേ? അല്ലേ? മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയാം, നീ എന്താ മിണ്ടാത്ത ഈ വിഷയത്തിൽ, നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ വാക്കിലൂടെയാണ് മനസ്സിലിരിപ്പ് പുറത്തു വരണത്. അല്ലേ? ഇപ്പം ദൈവവചനം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വാക്കാണ്. ദൈവത്തിൻ്റെ വാക്കെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പാണ്. ഉറപ്പല്ലേ? അല്ലേ? അപ്പം ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ്? തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വീണ്ടും ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. മർക്കോസ് ഈ യോഹന്നാൻ്റെ 15-16 അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കലേക്ക് വിളിച്ചുവെന്ന് മർക്കോസ് 13, അതായത് 3:13 പറയാം. വായിച്ചുള്ള ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ. 3:13. മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവന്റെ സമീപത്തേക്ക് ചെന്നു. ഇത് രണ്ട് ലിങ്കാണ് ഈ വചനങ്ങള്. ദൈവം ഈ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ്? ഇപ്പം നിങ്ങളെ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവമാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുപ്പിൻ്റെ കാരണം എന്താണ്? അവൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടാകും നിങ്ങളിൽ. അതാണ് വിഷയം. നിങ്ങളിൽ എന്തോ ഒരു ക്വാളിറ്റി ഉണ്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ട. ചിലർ ബ്യൂട്ടി സ്പോട്ട് എന്നൊക്കെ പറയത്തില്ലേ? നിങ്ങളുടെ ആത്മാവിന് എന്തോ ഒരു ബ്യൂട്ടി സ്പോട്ട് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുണ്ട്. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വ്യക്തമാണ് വചനം. 15-16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വ്യക്തമാണ് വചനം. മർക്കോസ് 13:13 എന്താണ്? അവിടുന്ന് തനിക്കിഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അപ്പോൾ അടുക്കിലേക്ക് വിളിച്ചിട്ടുള്ള എല്ലാവരും ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണ്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം നമ്മുടെ മുമ്പിലുള്ള ഒരു ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ബാധ്യത. എന്താ? ദൈവത്തെ ഇഷ്ടപ്പെട്ടു, ദൈവം തിരിഞ്ഞു എടുത്തു, ദൈവം നമ്മളെ വിളിച്ചു. ഇനി നമ്മുടെ മുമ്പിലുള്ള ബാധ്യത എന്താണ്? 2 പത്രോസ് 1:10 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരരെ, പറഞ്ഞേ, ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ ഉറപ്പിക്കേണ്ടി വരും. വിളിക്കുവല്ല കുഴപ്പം. ഒരിക്കൽ വിളിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എന്നേക്കാണ്ട് ഉറച്ചെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളി ആടിക്കൊണ്ടിരിക്കും. കാരണം നമ്മുടെ വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടന്നില്ലെന്ന് വരും. അതാണ് വിഷയം.
വിളി, അതായത് വിഷയങ്ങൾ വിചാരിക്കുമ്പോൾ നടക്കാതെ വരുമ്പോൾ വിളി ആട്ടത്തിലാവും. ആട്ടത്തിലാവുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? വിശ്വാസം കൊണ്ട് നമ്മളതിനെ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാതെ വരും. ചില കാര്യം നടക്കാത്ത കാര്യങ്ങളോ ദൈവം ഇക്കാലങ്ങളിൽ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളോ ആണ് നമ്മൾ ചോദിച്ചതെങ്കിൽ അതിന് ചില സമയത്ത് കിട്ടാതെ വരും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ കൃപാസനത്തിൻ്റെ സ്ഥലത്തിന് വേണ്ടി ഞാൻ എത്രയോ പ്രാവശ്യം ദൈവത്തോട് 1993 ചോദിച്ചു. ഞാൻ കണ്ട സ്ഥലം ഒരു കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ദൈവം എനിക്ക് തന്നില്ലല്ലോ. 97 ഈ സ്ഥലം ദൈവം തന്നത്. ചോദിച്ച സ്ഥലം തന്നില്ല, വേറെ ഒരു സ്ഥലം തന്നു. അതാണിപ്പം നിങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം. ഇത് കൃപാസനം ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു സ്ഥലത്ത് വരേണ്ടതായിരുന്നു. അത് അക്കാലം ഞാൻ ചോദിച്ചപ്പോൾ ദൈവം അതെനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ ഒരു കൊല്ലം പ്രാർത്ഥിച്ചതല്ലേ, ദൈവം എനിക്ക് തരേണ്ടതല്ലേ? അപ്പോൾ ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനല്ലേ ഞാൻ സ്ഥലം ചോദിച്ചത്, എന്നിട്ട് എന്താണ് തരാഞ്ഞത് എന്ന് വേണം എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചോദിക്കാതെ എൻ്റെ വിളി ഉറപ്പിച്ചു. കർത്താവ് ഇപ്പം തന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തരും, തന്നില്ലെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അതിനോട് ഞാൻ യോജിക്കുന്നു. ഇതാണ് നിലപാട്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ സമർപ്പണം ചെയ്തുകൊണ്ട് മുന്നേറുവാനുള്ള വലിയ അഭിഷേകം ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെപ്പോലെ. യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് ആരാധന 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 ആരാധന. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഞങ്ങളുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകൾ സമർപ്പണം ചെയ്യാനുള്ള വലിയ വചനബോധത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. മഹത്വം. യേശുവേ ആരാധന, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മൾ മർക്കോസ് 13:13 കണ്ടത്, അവിടുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു വന്ന്. വിളിച്ചതെന്തിനാണ്? വായിച്ചുള്ളൂ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. മർക്കോസ് 3:13 14 മുതലുള്ള തിരുവചനങ്ങൾ. തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് എപ്പോഴും ഈശോ അടുത്തേക്ക് വിളിക്കുമ്പോൾ
നിങ്ങൾ വിചാരിക്കരുത് എന്നും കൊന്നും പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനാണ് വിളിക്കണമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് വിഷയം വന്നത്. കർത്താവ് അടുത്തേക്ക് നമ്മളെ വിശ്വാസം കൊണ്ട് വിളിക്കുമ്പോൾ എപ്പോഴും നമ്മളെ അടുത്തുനിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ അടുത്തേക്ക് വിളിക്കുമ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? അതായത് അവരെ പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. എങ്ങോട്ട് പറഞ്ഞു വിടണം? വിശ്വാസ കൈമാറ്റത്തിന് മറ്റുള്ളവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടണം. ഈ ഉടമ്പടി ഇത്രയും കത്താൻ കാര്യം എന്താണ്? വിശ്വാസ കൈമാറ്റം ശക്തമായ രീതിയിൽ നടക്കുകയല്ലേ, അല്ലേ? ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തില്ലേ? 3 കൊല്ലത്തെ സമയം കുഞ്ഞിന് 4 വയസ്സുള്ള കുഞ്ഞിന് എന്തുകൊണ്ടാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കണത്? ആ കുഞ്ഞ് ഒരു കീമോ കഴിഞ്ഞപ്പോൾ ഒരു ഓക്കെ കഴിഞ്ഞപ്പോൾ ആ 4 വയസ്സുകാരത്തി പത്രവും കൊണ്ട് നടന്ന് അവളുടെ ഫ്ലാറ്റിൽ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. 4 വയസ്സേ ഉള്ളൂ ആളിനെ. ആ കൃപാസനം പത്രത്തെ അവളുടെ താമസിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് വന്ന് താമസിക്കുന്ന ഫ്ലാറ്റിലെ ഓരോ മുറിയിലും കൊണ്ടുപോയി എല്ലാവരും കൊടുക്കും. എന്താണ്? ഈശോ അമ്മയുടെ പത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തോട് ആ കുഞ്ഞ് കാണിച്ച സ്നേഹത്തിനാണ് അവർക്ക് ടൈം ഷോട്ടിങ് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും വിചാരിക്കണം 4 വയസ്സുള്ള കുഞ്ഞു പോലും കർത്താവിനെ ഇങ്ങനെ പ്രഘോഷിക്കാൻ. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് ദൈവം നമ്മളെ വിളിക്കണത് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കാനല്ല വിളിക്കണത്, പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പറഞ്ഞയക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു ബോധം നമുക്കുണ്ടാകണം. മേരി മാഗ്ഡലിനെ പോലെ ഈശോ വിളിച്ചത് നീ എൻ്റെ അടുത്തിങ്ങനെ നിൽക്കല്ലേ, അതിൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറയും. നീ പോയി എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയും. അത് അടുത്ത് ആളെ പറഞ്ഞു വിടുകയാണ് ഉടനെ. ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു സംഭവമാണിത്. 16:20 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ നന്ദി. യോഹന്നാൻ 20:16 യേശു അവളെ വിളിച്ചു. പറഞ്ഞു യേശു അവളെ വിളിച്ചു. മറിയം അവൾ തിരിഞ്ഞ് റബ്ബോനി എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഗുരു എന്നർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. മേരി മാഗ്ഡലിനോട് പോലും ഈശോ എന്താ പറയണത്? നീ എൻ്റെ അടുത്ത് തന്നെ നിൽക്കാതെ വേഗം സ്ഥലം വിട്ട് പോകണം. എന്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്? എന്തിനാണ്? സുവിശേഷം ആകാനും സുവിശേഷം ഏൽക്കാനും വേണ്ടിയാണ്. യേശുവിനെ രക്ഷാകര സംഭവം മറ്റുള്ളവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൈമാറാൻ വേണ്ടിയാണ്. അത് നിങ്ങളെ മിഷനിലേക്ക്, ഇപ്പം നിങ്ങളിങ്ങനെ കരഞ്ഞും കൂപ്പി എപ്പോഴും എൻ്റെ കടമേ, എൻ്റെ രോഗമേ, എൻ്റെ ജീവിതമേ. ഇപ്പം എനിക്ക് തന്നെയാണെങ്കിൽ എന്തുമാത്രം ഡിസീസുണ്ട്. ഐ എം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. എന്താ കാര്യം ഞാൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് കർത്താവിൻ്റെ തിരുസേന സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്തിട്ടില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടങ്ങിയല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശുശ്രൂഷ തുടങ്ങിയ കാലം മുതലേ ഉള്ള സംഭവം ശുശ്രൂഷയുടെ ഭാഗമാണ്. അതായത് ഈ വൂണ്ടഡ് ഹീലർ എന്ന് പറയും. ബൈബിളിൽ അറിയാവുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അതായത് നമുക്ക് മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ മുറിയണം. കർത്താവ് അവൻ്റെ മുറിവിലാണല്ലോ
നമുക്ക് സൗഖ്യമെന്ന് പറയത്തില്ലേ? അപ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഈ നമ്മളുടെ വേദനയോ നമ്മുടെ രോഗമെന്നും കരഞ്ഞു കൂവി നമ്മുടെ കടം എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും നമ്മളുടെ വിഷമതകളെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് നിന്നു. അപ്പോൾ 20:11 വായിച്ച് 20:11 അവർക്ക് യോഹന്നാന്റെ സുവിശേഷം 20:11. ഹല്ലേലൂയ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 20:11. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ഇതാണ് സംഭവം. ഇപ്പൊ മറിയത്തിന്റെ ആദ്യത്തെ പൊസിഷൻ എന്താണ്? കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം. എന്ത് വിഷയമായാലും കരഞ്ഞിലുണ്ടാണത്. ഇപ്പം നിൻ്റെ രോഗമാകാം, കടമാകാം, അതുപോലെ തന്നെ നിൻ്റെ കുടുംബത്തിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനമാകാം, അല്ലെങ്കിൽ മക്കളുടെ തന്നെ ദുർനടപ്പ്, വേറെ പ്രണയത്തിൽ പോയി കുടുങ്ങിയിരിക്കുന്ന അവസ്ഥയാകാം. ഇതും പറഞ്ഞുകൊണ്ട് നീ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തന്നെ സന്നിധിയിൽ എപ്പോഴും നിൽക്കുകയാണ്. എത്ര വർഷമായി നിൽക്കണത്? ഈ മേരി മാഡലും അങ്ങനെ നിന്ന പക്ഷിയാണത്. അതാണ് 20:11 പറയണത്. അവൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കല്ലറവാതിക്ക് നിന്നു. കല്ലറവാതിക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കക്ഷിയോടാണ് ഈശോ ഇപ്പോൾ 20:16 പറയണത്. എന്താ പറയണത്? 20:11 ഇവളെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഈ 20:11 കരഞ്ഞുകൊണ്ട് നിന്ന ഇവളോടാണ് ഈശോ പറയണത് 20:16 എന്താണ്? കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കല്ലേ, നീ വേഗം പോയി എൻ്റെ സഹോദരങ്ങളോട് എൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പറയാൻ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. അപ്പം നിങ്ങളുടെ കടമാണ്, ജപ്തിയാണെന്നും പറഞ്ഞ് കരഞ്ഞു കൂപ്പി കർത്താവിൻ്റെ മുമ്പ് നിൽക്കരുത്. പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകണം. തിരിച്ചു പോയിട്ട് അത് എൻ്റെ ജപ്തിയാണെങ്കിൽ കർത്താവ് ജപ്തി ചെയ്യാതെ വേറെ ആർക്കും എന്നെ ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധം ഉണ്ടാകണം. കർത്താവ് ജപ്തി ചെയ്യാത്തോളം കാലം എന്നെ ആർക്കും ജപ്തി ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ബോധത്തിൽ എൻ്റെ ആ വിഷയത്തിൽ കർത്താവ് തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനെ ലോകത്തിന് കൊടുക്കാൻ വേണ്ടി പോകണം. അതാണ് 16:20 പറയണത്. ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെന്ന് പറഞ്ഞില്ലേ? ആ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആരാണ്? പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യമുള്ളവരാണ് ദൈവത്തോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ. കർത്താവിൻ്റെ പുനരുദ്ധാനത്തോട് ഐക്യദാർഢ്യം പ്രാപിക്കുന്നവരും അത് ലോകത്തിന് കൈമാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ. അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവർക്കാണ് ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. കൈയിടിച്ച് കർത്താവിനെ അഭിഷേകം ചെയ്യണമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാതില്ല ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ ചായുന്നു ഞാൻ. എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെക്കാവുന്നതാണ്. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഉദരരോഗികൾ ഉദര സ്ഥലത്ത് കൈവെക്കുക. PCOD പിസ്റ്റിലുള്ളവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. മക്കളില്ലാത്തവർ പൊക്കിൻ്റെ താഴെ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കുക. ശ്വാസകോശ രോഗികൾ ശ്വാസകോശ കൈവെക്കുക. ഹൃദയത്തിൻ്റെ ഇടതുവശത്ത് കൈവെക്കുക. കരട് രോഗികളും അതുപോലെ തന്നെ നെഞ്ചും കൂടിൻ്റെ താഴെ കൈവെക്കുക. അൾസർ രോഗികൾ ഊടിൽ കൈവെക്കുക. പൊക്കിൽ കൈവെക്കുക. മറ്റൊരു പലവിധ രോഗങ്ങളുള്ളവർ സ്വന്തം ശിരസ്സിൽ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കൈവെക്കുക.
കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ആദ്യം ശക്തമായ രീതിയിൽ ഇടിമുഴക്കം പോലെ വിശ്വാസ പ്രമാണം ചെല്ലുക. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ കർത്താവായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേളി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗസ്പ്പെടുത്തവനെ, തവാരോഗസ്പ്പെടുത്തവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാൾ സ്തുതി പറയുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരാരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ മാരക രോഗങ്ങളുടെ തീരാവ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്ത എല്ലാ രോഗികളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പ്രത്യേകമായി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മഹത്വം മഹത്വം. പ്രൈസ് Praise the Lord. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവര്, നിങ്ങൾ കൊടുത്ത അപേക്ഷയുടെ മേൽ ഒരു നടപടിയും ഇല്ലാതെ ഇരിക്കുന്നവര്, സാമ്പത്തികമായ ബാധ്യതകളാലും സ്ഥലം വിറ്റുമാറാത്തവര്, സ്ഥലം വാങ്ങാനുള്ളവര്, യാത്രയിലാകാൻ പോകുന്നവര്, ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ പോകുന്നവര്, പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവര്, എല്ലാവരും തന്നെത്താൻ ശിരസ് കൈവച്ചോട് ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ ഹല്ലേലൂയ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ മുഴുവൻ ദോഷങ്ങളെ യേശുവേ യേശുവേ യേശുവേ. 36 കൊല്ലം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥ യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവേ നന്ദി എല്ലാ യേശുവേ സ്തുതി. ദുരിതങ്ങളും ഹല്ലേലൂയ തടസ്സങ്ങളും ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ. എല്ലാ ജീവിത ദുരിതങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഇതിനെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം വയ്ക്കുവാൻ, ഈശോയെ സാക്ഷ്യം പറയുവാൻ ആ മകളെ ദൈവമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദ സമയമാണ്. നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങളെ വീണ്ടും അനുസ്മരിക്കുക. ഉടമ്പടി പുതുക്കാൻ പോകുന്ന വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈ ആശീർവാദത്തിൽ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുകയും സാക്ഷ്യം പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ നൽകുകയും ചെയ്യാം. അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ വിട്ടുപോയിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അതും ഏതെങ്കിലും നിങ്ങളുടെ സ്വകാര്യമായ വിഷയങ്ങൾ, ഇപ്പോൾ നിങ്ങൾ പുതുതായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾ,
ഉടമ്പടി എടുത്തതിന് ശേഷം വല്ല പുതിയ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം സമർപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അതിനുശേഷം ആശീർവാദം. മൗനമായിട്ട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ, കൃപാസനത്തിൽ പ്രത്യക്ഷയായ അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന, ഉടമ്പടി പുതുക്കിയ വിഷയങ്ങൾ, ഉടമ്പടിയിൽ ഇതുവരെ നടക്കാത്ത വിഷയങ്ങളെല്ലാം നമുക്കൊരു നിമിഷം ദിവ്യാന്യസന്നിധിയിൽ സമർപ്പിക്കാം. എത്രയും വേഗം പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ വേണ്ട വിഷയങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് ഈ നിമിഷം ദിവ്യകാരുണ്യസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ഷെക്കീന ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഷാലോൺ TV-യിലൂടെ ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, അവരുടെ ജീവിത ദുരിതങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അൾത്താരയിൽ, ഈ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ആ മക്കളെ നീ കൃപയാൽ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം മൗനമായിട്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ജീവിത ദുരിതങ്ങൾ, നിങ്ങളിപ്പോൾ വിഷമിപ്പിക്കുന്ന ഭാരങ്ങളുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആശീർവാദത്തിന് മുമ്പ് നമുക്ക് ഇറക്കി വയ്ക്കാം. മൗനമായിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ആശീർവാദം. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ, ഞങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിച്ച ദിവ്യകാരുണ്യ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ.